ഇന്ന് 7ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്റർ കോൺസ്റ്റിറ്റ്യൂഷൻ പാത്ത് ആൻഡ് ഗൈഡിംഗ് ലൈറ്റ്. അതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. പേജ് നമ്പർ 40. ക്വസ്റ്റ്യൻ നമ്പർ 1. വാട്ട് ഐഡിയാസ് ഡിഡ് ഗാന്ധിജി വിഷ് ടു ഹാവ് ഇൻ ദി ഫ്യൂച്ചർ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ? ഭാവി ഇന്ത്യയുടെ ഭരണഘടനയിൽ എന്തെല്ലാം ആശയങ്ങൾ ഉണ്ടാകണമെന്നാണ് മഹാത്മജി ആഗ്രഹിച്ചത്? ആൻസർ: സോവറിറ്റി, ഇക്വാളിറ്റി, ഫ്രറ്റേർണിറ്റി, ജെൻഡർ ജസ്റ്റിസ്, സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് സിവിൽ റൈറ്റ്സ്. സോഷ്യൽ ജസ്റ്റിസ് സാമൂഹിക നീതി, സിവിൽ റൈറ്റ് പൗരാവകാശങ്ങൾ. ഇത് രണ്ടും ആൻസറിൽ ആഡ് ചെയ്യുക. നെക്സ്റ്റ് പേജ് നമ്പർ 41. ക്വസ്റ്റ്യൻ നമ്പർ 2. ഒബ്സർവ് ദി ഫിഗർ ആൻഡ് റെക്കോർഡ് യുവർ കൺക്ലൂഷൻസ്. അതായത് പേജ് നമ്പർ 41 ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അത് നിരീക്ഷിച്ചിട്ട് നിങ്ങളുടെ നിഗമനങ്ങൾ എഴുതുവാനാണ്. 2 ആൻസർ ആഡ് ചെയ്യണം. അതിൽ 1, ഈക്വൽ ജസ്റ്റിസ് ഫോർ ഓൾ, ഫ്രീഡം ഈസ് എവ്രി വൺസ് റൈറ്റ്. അതായത് ഈക്വൽ ജസ്റ്റിസ് ഫോർ ഓൾ, എല്ലാവർക്കും തുല്യനീതി. പിന്നെ എന്താണ്? ഫ്രീഡം ഈസ് എവരി വൺസ് റൈറ്റ്, സ്വാതന്ത്ര്യം എല്ലാവരുടെയും അവകാശമാണ്. അത് രണ്ടും ആൻസർ ആഡ് ചെയ്യുക. നെക്സ്റ്റ് പേജ് നമ്പർ 41 തന്നെ. ക്വസ്റ്റ്യൻ: ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ ബിക്കെയിം ദി ഫൗണ്ടേഷൻ ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇവാലുവേറ്റ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമാണ് നമ്മുടെ ഭരണഘടനയുടെ അടിത്തറയായി മാറിയത്. വിലയിരുത്തുക. ആൻസർ: ദി ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ പ്ലേഡ് എ ക്രൂഷ്യൽ റോൾ ഇൻ ഷേപ്പിംഗ് ദി ഫൗണ്ടേഷൻ ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ. ദി ലീഡേഴ്സ് ഓഫ് ദി ഫ്രീഡം മൂവ്മെൻറ്റ് such as Mahatma Gandhi, Jawaharlal Nehru and Dr. B.R. Ambedkar were instrumental in drafting and implementing a democratic and inclusive constitution for independent India. The principles of non-violence, democracy, equality and social justice that were championed during the freedom struggle are reflected in the preamble and various provisions of the Indian Constitution. The Constitution guarantees fundamental rights to all citizens regardless of their caste, creed or gender and ensures that the government works for the welfare of the people. Additionally, the freedom struggle also laid the groundwork for a federal system of government with a division of power between the center and state governments. The system ensures that power is dispersed and that different regions and communities have representation and autonomy. അതായത് നമ്മുടെ ഭരണഘടനയുടെ അടിത്തറ രൂപപ്പെടുത്തുന്നതിൽ മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, ഡോക്ടർ ബി ആർ അംബേദ്കർ തുടങ്ങിയവർ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. ജനാധിപത്യപരമായ ഒരു ഭരണഘടന തയ്യാറാക്കുന്നതിലും നടപ്പിലാക്കുന്നതിലും ഇവർ പ്രധാന പങ്ക് വഹിച്ചു. സ്വാതന്ത്ര്യ സമരകാലത്ത് ഉയർത്തിപ്പിടിച്ച അഹിംസ, ജനാധിപത്യം, സമത്വം, സാമൂഹിക നീതി എന്നിവയുടെ തത്വങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിലും വിവിധ വ്യവസ്ഥകളിലും പ്രതിഫലിക്കുന്നു. ഭരണഘടന എല്ലാ പൗരന്മാർക്കും അവരുടെ ജാതി, മത, ലിംഗ വ്യത്യാസമില്ലാതെ മൗലിക അവകാശങ്ങൾ ഉറപ്പ് നൽകുന്നു. പിന്നെന്താണ്? കൂടാതെ സർക്കാർ ജനങ്ങളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നു. കൂടാതെ സ്വാതന്ത്ര്യ സമരം ഒരു ഫെഡറൽ ഗവൺമെൻറ് സംവിധാനത്തിന് അടിത്തറയിട്ടു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേജ് നമ്പർ 45. ഓർഗനൈസ് എ ഡിസ്കഷൻ ബേസ്ഡ് ഓൺ ദി ഫീച്ചേഴ്സ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ഭരണഘടനാ സവിശേഷതകൾ മുൻനിർത്തി ക്ലാസ്സിലൊരു ചർച്ച സംഘടിപ്പിക്കുവാനാണ്. ആൻസർ: ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാസ് സെവറൽ കീ ഫീച്ചേഴ്സ്. സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. ഇന്ത്യ ഈസ് എ സോവറിൻ നേഷൻ കമ്മിറ്റഡ് ടു സോഷ്യലിസം, സെക്യുലറിസം, ഡെമോക്രസി ആൻഡ് റിപ്പബ്ലിക്കനിസം. ഫെഡറൽ സ്ട്രക്ചർ, ഡിവിഷൻ ഓഫ് പവർ ബിറ്റ്വീൻ ദി സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് സ്റ്റേറ്റ്സ്. എന്ന് വെച്ചാൽ പരമാധികാരം, സോഷ്യലിസ്റ്റ്, മതേതരം, ജനാധിപത്യ, റിപ്പബ്ലിക്. ഇന്ത്യ ഒരു പരമാധികാര രാഷ്ട്രമാണ്. സോഷ്യലിസം, മതേതരത്വം, ജനാധിപത്യം, റിപ്പബ്ലിക്കനിസം എന്നിവയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നു. ഫെഡറൽ ഘടന എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാരും സംസ്ഥാനങ്ങളും തമ്മിലുള്ള അധികാര വിഭജനം. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് guarantees basic rights and freedoms to citizens such as equality, liberty and justice. Directive principles of state policy, guidelines for the government to promote social welfare, economic development and international cooperation. Independent judiciary ensures judicial review, rule of law and protection of individual rights. അതായത് മൗലിക അവകാശങ്ങൾ, പൗരന്മാർക്ക് തുല്യത, സ്വാതന്ത്ര്യ, നീതി തുടങ്ങിയ അടിസ്ഥാന അവകാശങ്ങൾ, സ്വാതന്ത്ര്യങ്ങൾ ഉറപ്പു നൽകുന്നു.
സംസ്ഥാന നയത്തിൻ്റെ നിർദ്ദേശക തത്വങ്ങൾ സാമൂഹ്യക്ഷേമം, സാമ്പത്തിക വികസനം, അന്താരാഷ്ട്ര സഹകരണം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഗവൺമെൻറ്റിനുള്ള മാർഗനിർദ്ദേശങ്ങൾ, സ്വതന്ത്ര ജുഡീഷ്യൽ അവലോകനം, നിയമവാഴ്ച, വ്യക്തിഗത അവകാശങ്ങളുടെ സംരക്ഷണം എന്നിവ ഉറപ്പാക്കുന്നു. സിംഗിൾ സിറ്റിസൺഷിപ്പ്, യൂണിഫോം സിറ്റിസൺഷിപ്പ് അക്രോസ് ദി കൺട്രി റിഗാർഡ്ലെസ് ഓഫ് സ്റ്റേറ്റ് ഓർ റീജിയൻ, universal adult franchise, every citizen above 18 has the right to vote regardless of caste, religion or gender. Emergency provisions allows for temporary suspension of certain rights during national emergencies. Amendment procedure, flexible amendment process with some provisions requiring special majorities. Secularism, no official state religion, freedom of religion and worship, Republican, head of state elected indirectly rather than by birthright. This features from the foundation of India's governance and ensures a democratic, just and equitable society. അതായത് ഏകപൗരത്വം, സംസ്ഥാനമോ പ്രദേശമോ പരിഗണിക്കാതെ രാജ്യത്തുടനീളം ഏകീകൃത പൗരത്വം, ജാതിയോ മതമോ ലിംഗഭേദമോ പരിഗണിക്കാതെ 18 വയസ്സിന് മുകളിലുള്ള ഓരോ പൗരനും വോട്ടവകാശമുണ്ട്. ദേശീയാടിയന്തര ഘട്ടങ്ങളിൽ ചില അവകാശങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ അനുവദിക്കുന്നു. പ്രത്യേക ഭൂരിപക്ഷം ആവശ്യമുള്ള ചില വ്യവസ്ഥകളോടെയുള്ള വഴക്കമുള്ള ഭേദഗതി പ്രക്രിയ. മതേതരത്വം, ഔദ്യോഗിക സംസ്ഥാന മതമില്ല, മതത്തിൻ്റെയും ആരാധനയുടെയും സ്വാതന്ത്ര്യം. റിപ്പബ്ലിക്കൻ, ജന്മാവകാശത്തേക്കാൾ പരോക്ഷമായി തിരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രത്തലവൻ. ഈ സവിശേഷതകൾ ഇന്ത്യയുടെ ഭരണത്തിൻ്റെ അടിത്തറ ഉണ്ടാക്കുകയും ഒരു ജനാധിപത്യ, നീതി, തുല്യതയുള്ള സമൂഹം ഉറപ്പാക്കുകയും ചെയ്യുന്നു. പേജ് നമ്പർ 45 തന്നെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചെക്ക് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. True or false? Our courts work under governments. Answer false. സർക്കാരുകളുടെ കീഴിലാണ് നമ്മുടെ കോടതികൾ പ്രവർത്തിക്കുന്നത്. Answer false. Certain powers are vested exclusively with the state governments. സംസ്ഥാന സർക്കാരുകൾക്ക് മാത്രമായി ചില അധികാരങ്ങളുണ്ട്. Answer true. Everyone who turns 18 has the right to vote. 18 വയസ്സ് തികഞ്ഞ എല്ലാവർക്കും വോട്ടവകാശമുണ്ട്. ആൻസർ ട്രൂ. No one is above the law. ആരും നിയമത്തിന് അതീതരല്ല. ആൻസർ ട്രൂ. A person in India has state citizenship in addition to national citizenship. ആൻസർ ഫാൾസ്. അതായത് ഇന്ത്യയിലുള്ള ഒരാൾക്ക് ദേശീയ പൗരത്വത്തിന് പുറമെ സംസ്ഥാന പൗരത്വം കൂടി ഉണ്ടാകും. ആൻസർ ഫാൾസ്. ഇൻ ഡെമോക്രസി ദി പീപ്പിൾ ആർ സോവറിൻ. ജനാധിപത്യത്തിൽ ജനങ്ങളാണ് പരമാധികാരികൾ. ആൻസർ ട്രൂ. ആസ് വി ഹാവ് റൈറ്റ്സ് സോ വി ഹാവ് ഡ്യൂട്ടീസ് ടു. അവകാശങ്ങൾ ഉള്ളതുപോലെ നമുക്ക് കടമകളുമുണ്ട്. ആൻസർ ട്രൂ. നോ വൺ ഹാസ് കൺട്രോൾ ഓവർ അവർ റൂളേഴ്സ്. നമ്മുടെ ഭരണാധികാരികൾക്ക് മേലെ ആർക്കും നിയന്ത്രണമില്ല. ആൻസർ ഫാൾസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പേജ് നമ്പർ 46. ലിസ്റ്റ് ഔട്ട് ദി ലോസ് റിലേറ്റഡ് ടു ചിൽഡ്രൻസ് റൈറ്റ് മെൻഷൻഡ് ഇൻ ദി കൊളാഗ്. കൊളാഷിൽ പ്രതിപാദിച്ചിരിക്കുന്ന നിയമങ്ങളിൽ കുട്ടികളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ടവ ഏതൊക്കെയാണെന്ന് പട്ടികപ്പെടുത്തുക. അതിൽ 2 എണ്ണം ആഡ് ചെയ്യാനുണ്ട്. 1 ജുവനൈൽ ജസ്റ്റിസ് ആക്ട്, 2 റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്. അതായത് വിദ്യാഭ്യാസ അവകാശ നിയമവും ബാലനീതി നിയമവും. Next question, page number 47. Why does our country give great importance to children's rights? Discuss. കുട്ടികളുടെ അവകാശങ്ങൾക്ക് നമ്മുടെ രാജ്യം വലിയ പ്രാധാന്യം നൽകുന്നത് എന്തുകൊണ്ടായിരിക്കും? ചർച്ച ചെയ്യൂ. ആൻസർ ഫ്യൂച്ചർ സിറ്റിസൺസ്. Children are the future citizens, leaders and contributors to society. Ensuring their rights and well-being is crucial for the country's development. Vulnerability. Children are vulnerable and dependent on these for care, protection and guidance. Recognizing their rights acknowledges this vulnerability and ensures protection. Holistic development. Children's rights encompass physical, emotional, cognitive and social development. Focusing on these rights promotes overall well-being and growth. അതായത് ഭാവി പൗരന്മാർ, കുട്ടികൾ ഭാവി പൗരന്മാരാണ്. അവരുടെ അവകാശങ്ങളും ക്ഷേമവും ഉറപ്പാക്കുന്നത് രാജ്യത്തിൻ്റെ വികസനത്തിന് നിർണായകമാണ്. പിന്നെ കുട്ടികൾ ദുർബലരാണ്. പരിചരണം, സംരക്ഷണം, മാർഗനിർദ്ദേശം
എന്നിവയ്ക്കായി അവർ മറ്റുള്ളവരെ ആശ്രയിക്കുന്നു. അവരുടെ അവകാശങ്ങൾ അംഗീകരിക്കുന്നത് ഈ ദുർബലതയെല്ലാം അംഗീകരിക്കുകയും സംരക്ഷണം ഉറപ്പാക്കുകയും ചെയ്യുന്നു. പിന്നെ എന്താണ് സമഗ്ര വികസനം? കുട്ടികളുടെ അവകാശങ്ങൾ ശാരീരികവും വൈകാരികവും വൈജ്ഞാനികവും സാമൂഹികവുമായ വികസനം ഉൾക്കൊള്ളുന്നു. ഈ അവകാശങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അവരുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇന്റർനാഷണൽ കമ്മിറ്റ്മെൻറ്റ്സ്. ഇന്ത്യ ഹാസ് ratified the UN Convention on the Rights of the Child, committing to uphold children's rights globally. അതായത് ആഗോളതലത്തിൽ കുട്ടികളുടെ അവകാശങ്ങൾ ഉയർത്തിപ്പിടിക്കുവാനായിട്ട് UN കൺവെൻഷൻ ഇന്ത്യ അംഗീകരിച്ചിട്ടുണ്ട്. Constitutional provisions. The Indian Constitution guarantees fundamental rights and protections for children, emphasizing their importance. Social and economic benefits. Investing in children's rights yields long-term social and economic benefits, including improved health, education, and productivity. Moral and ethical imperative. Protecting children's rights is a moral and ethical obligation, recognizing their inherent dignity and worth. By prioritizing children's rights, India aims to create a nurturing environment for growth, development, and empowerment, ultimately shaping a brighter future for the നേഷൻ. സാമൂഹികവും സാമ്പത്തികവുമായ നേട്ടങ്ങൾ. കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നത് മെച്ചപ്പെട്ട ആരോഗ്യം, വിദ്യാഭ്യാസം, ഉൽപ്പാദനക്ഷമത എന്നിവ ഉൾപ്പെടെയുള്ള ദീർഘകാല സാമൂഹികവും സാമ്പത്തികവുമായ നേട്ടങ്ങൾ നൽകുന്നു. ധാർമ്മികവുമായ അനിവാര്യത. കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന അവരുടെ അന്തസ്സും മൂല്യവും അംഗീകരിക്കുന്ന ധാർമ്മികവുമായ ബാധ്യതയാണ്. കുട്ടികളുടെ അവകാശങ്ങൾക്ക് മുൻഗണന നൽകുന്നതിലൂടെ വളർച്ചയ്ക്കും വികസനത്തിനും ശാക്തീകരണത്തിനുമുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുവാനും രാജ്യത്തിൻ്റെ ശോഭനമായ ഭാവി രൂപപ്പെടുത്തുവാനും ലക്ഷ്യമിടുന്നു. നെക്സ്റ്റ് പേജ് നമ്പർ 48. ക്വസ്റ്റ്യൻ. ഓർഗനൈസ് എ ഡിസ്കഷൻ ആൻഡ് പ്രിപ്പയർ ആൻ അവയർനെസ് പാംഫ്ലെറ്റ് ഓൺ ദി ടോപ്പിക് ഡിറ്റക്ടിങ് സിറ്റുവേഷൻസ് ദാറ്റ് മേ ലീഡ് ടു ക്രൈംസ് അഗൈൻസ്റ്റ് ചിൽഡ്രൻ ആൻഡ് ദി പ്രിവെന്റീവ് മെഷേഴ്സ് ടു അവോയ്ഡ് സച്ച് ക്രൈംസ്. കുറ്റകൃത്യങ്ങൾ ഉണ്ടാകാനിടയുള്ള സാഹചര്യം തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കാനും അതിൽ നിന്ന് രക്ഷപ്പെടാനുമുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് ക്ലാസ്സിൽ ഒരു ചർച്ച നടത്തി ബോധവൽക്കരണത്തിന് വേണ്ട ലഘുലേഖ തയ്യാറാക്കൂ. ആൻസർ. സിറ്റുവേഷൻസ് ദാറ്റ് മേ ലീഡ് ടു ക്രൈംസ് അഗൈൻസ്റ്റ് ചിൽഡ്രൻ. പോവർട്ടി ആൻഡ് ഇക്കണോമിക് വൾണറബിലിറ്റി, ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ്, ഫാമിലി ഡൈനാമിക്സ് ആൻഡ് കോൺഫ്ലിക്റ്റ്, ആക്സസ് ടു ടെക്നോളജി ആൻഡ് ഓൺലൈൻ റിസ്ക്സ്. അതായത് ദാരിദ്ര്യവും സാമ്പത്തിക പരാധീനതയും വിദ്യാഭ്യാസത്തിൻ്റെയും അവബോധത്തിൻ്റെയും അഭാവം, സാമൂഹികമായ ഒറ്റപ്പെടലും അവഗണനയും, കുടുംബത്തിലെ പ്രശ്നങ്ങളും സംഘർഷവും, സാങ്കേതിക വിദ്യയിലേക്കുള്ള പ്രവേശനവും, ഓൺലൈൻ അപകട സാധ്യതകളും ഇതൊക്കെ കുട്ടികൾക്ക് നേരെയുള്ള കുറ്റകൃത്യങ്ങൾക്കുള്ള സാഹചര്യങ്ങളാണ്. പ്രിവെൻറ്റീവ് മെഷേഴ്സ്, മുൻകരുതലുകൾ നോക്കാം. എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ് പ്രോഗ്രാംസ് ഫോർ ചിൽഡ്രൻ, പാരൻസ് ആൻഡ് കമ്മ്യൂണിറ്റീസ്, ഇക്കണോമിക് സപ്പോർട്ട് ആൻഡ് എംപവർമെൻറ്റ്, സോഷ്യൽ സപ്പോർട്ട് നെറ്റ്വർക്ക് ആൻഡ് കൗൺസിലിംഗ്, സേഫ് ഓൺലൈൻ പ്രാക്ടീസ് ആൻഡ് ഡിജിറ്റൽ ലിറ്ററസി, കമ്മ്യൂണിറ്റി വിജിലൻസ് ആൻഡ് റിപ്പോർട്ടിംഗ്. അതായത് കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും എല്ലാ വിദ്യാഭ്യാസവും ബോധവൽക്കരണ പരിപാടികൾ നൽകുക, സാമ്പത്തിക പിന്തുണയും ശാക്തീകരണവും നൽകുക, പിന്നെ എന്താണ് സോഷ്യൽ സപ്പോർട്ടും നെറ്റ്വർക്കുകളും കൗൺസിലിങ്ങുകളുമെല്ലാം നൽകുക, പിന്നെ സുരക്ഷിതമായ ഓൺലൈൻ പരിശീലനങ്ങൾ, പിന്നെ ഡിജിറ്റൽ സാക്ഷരത ഇതൊക്കെ നൽകുക, പിന്നെ കമ്മ്യൂണിറ്റി വിജിലൻസും റിപ്പോർട്ടിങ്ങും. ഇഫ് യു സസ്പെക്ട് അബ്യൂസ് ഓർ എക്സ്പ്ലോയിറ്റേഷൻ, റിപ്പോർട്ട് ഇറ്റ്. സപ്പോർട്ട് ഓർഗനൈസേഷൻസ് വർക്കിംഗ് ടു പ്രൊട്ടക്ട് ചിൽഡ്രൻ, സ്പ്രെഡ് അവയർനെസ് ആൻഡ് എഡ്യൂക്കേറ്റ് അതേഴ്സ്. ദുരുപയോഗമോ ചൂഷണമോ ഒക്കെ സംശയിക്കുന്നെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യുക. കുട്ടികളുടെ സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്ന സംഘടനകളെ പിന്തുണയ്ക്കുക, ബോധവൽക്കരണ പരിപാടികൾ നടത്തുക. ഇതൊക്കെയാണ് കുട്ടികൾക്ക് നേരെയുള്ള കുറ്റകൃത്യങ്ങൾ തടയുന്നതിനുള്ള മാർഗങ്ങൾ. റിമെമ്പർ, പ്രൊട്ടക്റ്റിംഗ് ചിൽഡ്രൻ ഈസ് എവരിവൺസ് റെസ്പോൺസിബിലിറ്റി. ലെറ്റ്സ് വർക്ക് ടുഗദർ ടു ക്രിയേറ്റ് എ സേഫർ വേൾഡ് ഫോർ ദം. ഓർക്കുക, കുട്ടികളുടെ സംരക്ഷണം എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. അവർക്ക് സുരക്ഷിതമായ ഒരു ലോകം സൃഷ്ടിക്കാനായിട്ട് എല്ലാവർക്കും ഒന്നിച്ച് പ്രവർത്തിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പേജ് നമ്പർ 49. Prepare placards for the Republic Day rally with messages reflecting constitutional principles. ഭരണഘടനാ ധർമ്മങ്ങൾ പ്രതിഫലിപ്പിക്കുന്ന സന്ദേശങ്ങൾ ഉൾപ്പെടുത്തി
റിപ്പബ്ലിക് ദിന റാലിക്കുള്ള പ്ലക്കാർഡുകൾ തയ്യാറാക്കുക. പ്രൊട്ടക്റ്റിംഗ് ഇക്വാലിറ്റി ആൻഡ് ഫ്രറ്റേണിറ്റി, പ്രൊട്ടക്റ്റിംഗ് യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി, അപ്ഹോൾഡിംഗ് ദി വാല്യൂസ് ആൻഡ് ഐഡിയൽസ് ഓഫ് ദി നേഷൻ, ബി അവെയർ ഓഫ് റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പേജ് നമ്പർ 50. ലുക്ക് അറ്റ് ദി ഫിഗർ ആൻഡ് റൈറ്റ് ആൻസേഴ്സ്. ഈ പേജ് 50 ചിത്രം നോക്കിയിട്ട് താഴെയുള്ള ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം കണ്ടെത്തി എഴുതുക. വിച്ച് ഐഡിയാസ് വെയർ ന്യൂലി അണ്ടർ ടു ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ 1976? 1976 ഏതെല്ലാം ആശയങ്ങളാണ് ഭരണഘടനയിൽ പുതിയതായി കൂട്ടിച്ചേർത്തത്? ആൻസർ: സോഷ്യലിസം, സെക്യുലറിസം ആൻഡ് ഇൻറ്റഗ്രിറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഇയർ ഡിഡ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ കം ഇൻ ടു ഫോഴ്സ്? ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്ന വർഷം 1950, 1950. വാട്ട് വാസ് ദി ഫസ്റ്റ് അമെൻമെൻറ്റ് മെയ്ഡ് ഇൻ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഇൻ വിച്ച് ഇയർ? അതായത് ഭരണഘടനയിൽ ആദ്യമായി വരുത്തിയ മാറ്റം എന്ത്, ഏത് വർഷമെന്നാണ്. ആൻസർ: ദി നമ്പർ ഓഫ് ഷെഡ്യൂൾസ് ഇൻക്രീസ്ഡ് ടു 9. ഏത് വർഷമാണ്? 1951. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ലോങ് ഡിഡ് യു റൈറ്റ് ടു പ്രോപ്പർട്ടി റിമെയിൻ എ ഫണ്ടമെൻ്റൽ റൈറ്റ് ഇൻ ഇന്ത്യ? ആൻസർ: ടിൽ 1978. അതായത് ഏകദേശം 28 വർഷത്തോളം. അതായത് എത്ര കാലമാണ് ഈ സ്വത്തവകാശം മൗലികാവകാശമായി നിലനിന്നിരുന്നത് എന്നാണ് ചോദ്യം. അത് 1978 വരെയാണ്, ഏകദേശം 28 വർഷത്തോളം. ഈസ് എഡ്യൂക്കേഷൻ എ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇൻ ഇന്ത്യ സിൻസ് വെൻ? അതായത് വിദ്യാഭ്യാസം ഇന്ത്യയിൽ മൗലിക അവകാശമാണ്, അതെന്നു മുതലാണ്? അതിൻ്റെ ആൻസർ യെസ്, മൗലികാവകാശമാണ്. അത് 2002, സിൻസ് 2002, 2002 മുതലാണ് വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ടൈംസ് ഹാസ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ബീൻ അമെൻഡഡ് സോ ഫാർ? അതായത് എത്ര തവണയാണ് ഭരണഘടന ഭേദഗതി ചെയ്തിട്ടുള്ളത് എന്നാണ്. അതിൻ്റെ ആൻസർ 106 ടൈംസ്, 106 തവണ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പേജ് നമ്പർ 52. വാട്ട് ആർ ദി വേരിയസ് ചലഞ്ചസ് വൈൽ ഇംപ്ലിമെൻറ്റിംഗ് ലോസ്? വാട്ട് കുഡ് ബി ദി റീസൺ? നിയമങ്ങൾ നടപ്പിലാക്കുമ്പോൾ എന്തൊക്കെ വെല്ലുവിളികളാണ് നേരിടുക, അതെന്തുകൊണ്ടാണെന്നാണ്. അതിൽ ഒരെണ്ണം ആഡ് ചെയ്താൽ മതി, ആൻസർ ബാക്കിയെല്ലാം ടെക്സ്റ്റിലുണ്ട്. അപ്പം നിയമത്തെ ഭയമില്ലായ്മ, നോ ഫിയർ ഇൻ ദി ലോ. ആൻസർ: നോ ഫിയർ ഇൻ ദി ലോ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, പേജ് നമ്പർ 53. എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസിലൊരു ക്വസ്റ്റ്യൻ ആണ്. ഓർഗനൈസ് ആൻ അവയർനെസ് പ്രോഗ്രാം ഓൺ ചൈൽഡ് സേഫ്റ്റി ആൻഡ് പോക്സോ ആക്ട് വിത്ത് ദി ഹെൽപ്പ് ഓഫ് ലീഗൽ എക്സ്പെർട്സ്. കുട്ടികളുടെ സുരക്ഷയും പോക്സോ നിയമവും എന്ന വിഷയത്തിൽ നിയമവിദഗ്ധരുടെ സഹായത്തോടെ ഒരു ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ: ദി ചൈൽഡ് സേഫ്റ്റി ആക്ട് ആൻഡ് പോക്സോ ആക്ട് ആർ ടു സിഗ്നിഫിക്കൻറ്റ് ലോസ് ഇൻ ഇന്ത്യ എയിംഡ് അറ്റ് പ്രൊട്ടക്റ്റിംഗ് ചിൽഡ്രൻ ഫ്രം അബ്യൂസ്, എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് ഹാം. Child Safety Act. The Child Safety Act is a comprehensive law that focuses on ensuring the overall safety and well-being of children. It encompasses various aspects including protection from physical, emotional and psychological abuse, prevention of child labor and exploitation, safeguarding against online harassment and cyberbullying, ensuring access to education and health care, promoting a safe environment at home, school and community. അതായത് ദുരുപയോഗം, ചൂഷണം, ഉപദ്രവം എന്നിവയിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ഇന്ത്യയിലെ 2 സുപ്രധാന നിയമങ്ങളാണ് ശിശു സുരക്ഷാ നിയമവും പോക്സോ നിയമവും. കുട്ടികളുടെ സുരക്ഷാ നിയമം കുട്ടികളുടെ മൊത്തത്തിലുള്ള സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു നിയമമാണ് ശിശു സുരക്ഷാ നിയമം. ഇത് വിവിധ വശങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. ശാരീരികവും വൈകാരികവും മാനസികവുമായ ദുരുപയോഗത്തിൽ നിന്നുള്ള സംരക്ഷണം, ബാലവേലയും ചൂഷണവും തടയൽ, ഓൺലൈൻ ഉപദ്രവത്തിനും സൈബർ ഭീഷണിക്കെതിരെയുള്ള സംരക്ഷണം, വിദ്യാഭ്യാസത്തിനും ആരോഗ്യ സംരക്ഷണത്തിനും ലഭ്യത ഉറപ്പുവരുത്തുക, വീട്ടിൽ, സ്കൂളിൽ, സമൂഹത്തിൽ സുരക്ഷിതമായിട്ടൊരു അന്തരീക്ഷം പ്രോത്സാഹിപ്പിക്കുക. പോക്സോ ആക്ട്, പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് 2012. The POCSO Act specifically addresses sexual offenses against children including sexual assault,
harassment and exploitation, child pornography and online sexual abuse, aggravated sexual assault including penetrative and non-penetrative acts, abetment and attempt to commit sexual offences. Key features of POCSO Act: zero tolerance for child sexual abuse, stringent punishment including life imprisonment, mandatory reporting of sexual offences, child-friendly procedures for investigation and trial, protection of child victims and witness. അതായത് ലൈംഗിക അതിക്രമം, ഉപദ്രവം, ചൂഷണം, പിന്നെ കുട്ടികളുടെ പോണോഗ്രഫി, ഓൺലൈൻ ലൈംഗിക അതിക്രമം ഇതൊക്കെ തടയുന്നത്, പിന്നെ ലൈംഗിക കുറ്റകൃത്യങ്ങൾ ചെയ്യാനുള്ള പ്രേരണയും ശ്രമവും ഇതൊക്കെ തടയുവാൻ പോക്സോ നിയമത്തിൻ്റെ പ്രധാന സവിശേഷതകൾ: ഈ കുട്ടികളെ ദുരുപയോഗം ചെയ്യുന്നതിൽ കഠിനമായ ശിക്ഷ കൊടുക്കുക, പിന്നെ ഇതുപോലെയുള്ള കുറ്റകൃത്യങ്ങൾ നിർബന്ധമായി റിപ്പോർട്ട് ചെയ്യുക, കുട്ടികളുടെയും ഇരകളുടെയൊക്കെ സാക്ഷികളുടെയൊക്കെ സംരക്ഷണം ഉറപ്പുവരുത്തുക. Implementation and challenges. While these laws are crucial for child safety, their effective implementation remains a challenge. Issues include lack of awareness among children, parents and communities, inadequate reporting and investigation mechanisms, insufficient support services for victims, social stigma and cultural barriers, need for continuous training and capacity building for authorities. Conclusion: the Child Safety Act and POCSO Act are vital laws for protecting children in India. Raising awareness, ensuring effective implementation and addressing challenges are essential for creating a safe environment for children to grow and thrive.